അപ്പുണ്ണിയേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞോ? അത് പോട്ടെ, ഇത്രയും കാലം ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നൊക്കെ തെറ്റി. എന്താ ചേച്ചി? എല്ലാം വെറുതെ ആയിരുന്നടി, എന്റെ ജീവിതം പോയി. ചേച്ചി അങ്ങനൊന്നും പറയല്ലേ. അപ്പുണ്ണിയേട്ടനെ ചിലപ്പോ അന്നേരത്തെ ഒരു മാനസികാവസ്ഥയെ പറഞ്ഞായിരുന്നു. എന്ത് മാനസികാവസ്ഥയില് എന്നോട് അങ്ങനെയൊക്കെ പറയാമോ? അല്ല ചേച്ചി, ചേച്ചിക്ക് അറിയാലോ ആ കൃഷി ഓഫീസിൽ പോയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ദേഷ്യത്തിലും വിഷമത്തിലും ഒക്കെ ആയിരിക്കും. എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറയാമോ? അപ്പുണ്ണിയേട്ടൻ അങ്ങനെ പറഞ്ഞോ? അതൊക്കെ പോട്ടെ നോക്കാം. ഞാൻ ഇത്രയും കാലം മനസ്സിൽ വിചാരിച്ചതൊക്കെ വെറുതെ ആയിരുന്നു. എന്റെ ജീവിതം പോയടി. എന്താ ചേച്ചി? അപ്പുണ്ണിയേട്ടൻ എന്റെ അടുത്ത് അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. എങ്ങനെയൊക്കെ പറഞ്ഞേ? അപ്പുണ്ണിയേട്ടൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞു, എന്നെ ഇഷ്ടല്ല എന്ന് പറഞ്ഞു. അപ്പുണ്ണിയേട്ടൻ അങ്ങനെയും പറഞ്ഞോ? പറഞ്ഞു. ഞാൻ പിന്നെ അപ്പുണ്ണിയേട്ടൻ്റെ അടുത്ത് അവിടെ ഒന്ന് ചോദിച്ചു അങ്ങനെയാണോന്ന്. ആ അതെ, നീ പൊക്കോന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു അപ്പുണ്ണിയേട്ടാ ഞാൻ പോണോന്ന്. 3 വട്ടം ഞാൻ ചോദിച്ചു. ആ നീ പോന്ന് പറഞ്ഞു. ചേച്ചി ഇങ്ങനെ കരയാതെ പിന്നെ എങ്ങനെയാ? എന്റെ അടുത്ത് അങ്ങനെയൊക്കെ പറയാമോ? ഇവിടെ കുട്ടീനെ നോക്കണേ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പുണ്ണിയേട്ടൻ അറിഞ്ഞൂടെ? അതിന്റെ ഇടയിൽ കൂടിയല്ലേ ഞാൻ ലഡുവൊക്കെ ഉണ്ടാക്കി ചെന്നത്. എനിക്ക് ഇത് തന്നെ കിട്ടണം. ചേച്ചി അതല്ല, അപ്പുണ്ണിയേട്ടൻ ചിലപ്പോ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അങ്ങനെ. എന്ത് മാനസികാവസ്ഥയിലും എന്നെ വേണ്ടെന്ന് പറയാമോ? ചേച്ചി ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അപ്പുണ്ണിയേട്ടനെ ആ കൃഷി ഓഫീസറുടെ അടുത്ത് പോയിട്ട് എന്തൊക്കെയോ പ്രശ്നം പറ്റി. അതിന്റെ ദേഷ്യത്തിലും വിഷമത്തിലൊക്കെ ചേച്ചിയോട് അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും. അങ്ങനെ അതിന്റെ ദേഷ്യത്തിലായിരുന്നെങ്കിൽ എന്നെ മാത്രം വേണ്ടെന്ന് പറയോ? അപ്പുണ്ണിയേട്ടൻ പറഞ്ഞല്ലോ വാവ ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമല്ലാന്ന്. അത് വാവ കുഞ്ഞല്ലേ, അവനോട് ദേഷ്യം കാണിക്കാൻ പറ്റില്ലല്ലോ. ചേച്ചിക്ക് ആവുമ്പോ മനസ്സിലാവില്ല അപ്പുണ്ണിയേട്ടനെ, അതുകൊണ്ടായിരിക്കും. അങ്ങനെയൊന്നുമല്ല. ചേച്ചി ഇങ്ങനെ കരയല്ലേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. ചേച്ചി സാരില്ല, പോട്ടെ. അങ്ങനെ പോട്ടെ എന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പുണ്ണിയുടെ മനഃപൂർവ്വം അങ്ങനൊന്നും പറയില്ല. മനഃപൂർവ്വം തന്നെയാ. എത്ര വട്ടം ഞാൻ അവിടെ നിന്ന് ചോദിച്ചെന്ന് അറിയാമോ? ഒരു വട്ടം അബദ്ധത്തിൽ പറഞ്ഞാണെങ്കിൽ അതങ്ങനെ പറഞ്ഞു പോയതാന്ന് പറയാം. എത്ര വട്ടം ഞാൻ അവിടെ ഒന്ന് ചോദിച്ചു. ചേച്ചി മതി കരഞ്ഞ്, ഇങ്ങനെ കരയില്ല, വല്ല അസുഖവും വരും. വന്നോട്ടെ, എന്നെ ഇഷ്ടമല്ലല്ലോ, പിന്നെന്തിനാ? കള്ളി പെണ്ണുങ്ങളെ, ഇവിടെ വന്നിരുന്ന് ലഡു തന്നോ അല്ലേ? എനിക്കൊരു കഷ്ണം ലഡു തന്നോ നിങ്ങള്? ഇതൊന്നും അല്ല. ഇതൊന്നും അല്ലേ? എന്റെ ഉമ്മ ഇവിടെ ആകെ കുഴപ്പമാ. കുഴപ്പോ? എന്ത് കുഴപ്പം? എരിയുള്ള ലഡു ഉണ്ടാക്കി കൊടുത്തല്ലേ, അതെടുത്ത് കഴിച്ച് ഇതേ കണ്ണീന്ന് കുടുകൂടാ വെള്ളം വരുന്നത്. ഉമ്മ ഇത് എരിവ് കഴിച്ചതിന്റെ അല്ല, അപ്പുണ്ണിയണ്ണേ കുമാരിച്ചേ വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് വെക്കാനും മാത്രം എന്ത് ലഡുവാ കുഞ്ഞെ നീ ഉണ്ടാക്കി കൊടുത്തത്? ഇത് ലഡുവിന്റെ കാര്യമല്ല. അപ്പുണ്ണിയണ്ണേ കുമാരിച്ചി ഇഷ്ടല്ല, വേണ്ടാന്ന് പറഞ്ഞു കുമാരിച്ചേ. അയ്യോ, കുമാരി അപ്പുണ്ണി വേണ്ടാന്ന് പറഞ്ഞോ? അങ്ങനെ വേണ്ടാന്ന് പറയണമെങ്കിൽ മനസ്സിൽ എന്തേലും കേറിയിട്ടുണ്ടാവും. ഞാനൊന്ന് ചോദിക്കട്ടെ കുമാരി, ഈ അപ്പുണ്ണി എങ്ങനാ അത് വേണ്ടെന്ന് വെച്ചത്? എങ്ങനാ അപ്പുണ്ണി അത് പറഞ്ഞത്? എന്റെ അടുത്ത് പറഞ്ഞു എന്നെ ഇഷ്ടമല്ല, പൊക്കോന്നും പറഞ്ഞു. സാധാരണ അങ്ങനെ പറയണമെങ്കിൽ മനസ്സിൽ വേറെ ആരെങ്കിലും കേറി കൂടുമ്പോഴാ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഇഷ്ടമല്ലാതൊക്കെ ആവുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഉമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ചുമ്മാ ഇരിക്കുന്നത് മനസ്സറിയണ്ടേ? ചുമ്മാ കരച്ചിലിന് കൂട്ടിരിക്കല്ല വേണ്ടത്, മനസ്സിൽ എന്താന്നുള്ളത് അറിയണം. ഒന്ന് പറഞ്ഞേ കുമാരി, എങ്ങനാ പറഞ്ഞത് അപ്പുണ്ണി? എന്നെ ഇഷ്ടല്ല, പക്ഷെ വാവ ഇഷ്ടാന്ന് പറഞ്ഞു. വാവ ഇഷ്ടമാന്ന് പറഞ്ഞോ? അപ്പൊ അക്കാര്യത്തിൽ അപ്പുണ്ണിക്ക് കുമാരിയെ സംശയമില്ല. മോളെ ചോദിക്കുമ്പോ എല്ലാം ചോദിക്കണം മോളെ. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ അവരൊന്ന് ചോദിക്കുന്നേ? പിന്നെ കാര്യം എന്താന്ന് ഞാൻ അറിയണ്ടേ, എന്നാലല്ലേ ഇതിനൊരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അതെ, കാര്യം വേറൊന്നും അല്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പുണ്ണിയണ്ണേ കൃഷി ഓഫീസിൽ പോയി. അവിടെ വെച്ചിട്ട് എന്തോ പ്രശ്നങ്ങൾ നടന്നു. ആ പ്രശ്നങ്ങൾക്കുണ്ടായ ദേഷ്യവും വിഷമൊക്കെ കൊണ്ട് കുമാരിച്ചയോട് എന്തൊക്കെ പറഞ്ഞു, അത്രേ ഉള്ളൂ, വേറൊന്നും ഇല്ല. അപ്പുണ്ണി കൃഷി ഓഫീസിൽ പോയി. കൃഷി ഓഫീസിൽ ചെന്നപ്പോ ഇപ്പോഴത്തെ കൃഷി ഓഫീസർ ആണാണോ പെണ്ണാണോ? ഉമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? എടി കൊച്ചെ, കൃഷി ഓഫീസിൽ പോയപ്പോ പഴയ ഏതെങ്കിലും ഒരു കാമുകിയെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ വീട്ടിലിരിക്കുന്ന കുമാരി വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടാവും. ഈ ഉമ്മ എന്തിനാ ഇങ്ങനൊക്കെ പറഞ്ഞു വെറുതെ കുമാരിച്ചി വിഷമം കൂട്ടുന്നേ? വിഷമം കുമാരി കരയല്ലേ? കരയാനും മാത്രം ഞാൻ എന്ത് പറഞ്ഞു കുമാരി? ഓ ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ മോളെ ഇതൊക്കെ ചോദിക്കണം മോളെ. ഇതൊക്കെ ധൈര്യപൂർവ്വം നേരിടണം. നമ്മൾ പെണ്ണുങ്ങൾ മുന്നോട്ട് പോകണം. അങ്ങനെയാ നമ്മൾ ജീവിക്കേണ്ടത്, അല്ലാതെ തോറ്റു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്.
ഇപ്പൊ ഉമ്മയല്ല മോളെ വക്കീലാ മോളോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നതെന്ന് മോളങ്ങ് വിചാരിച്ചാൽ മതി. ഈ വക്കീലിനോട് ഡോക്ടറിനോട് ഒന്ന് കള്ളം പറയരുതെന്നാ പറയുന്നേ. കുമാരി, ഉമ്മ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. മോള് സത്യസന്ധമായിട്ട് മറുപടി ഇങ്ങോട്ട് പറയണേ. ഈ അപ്പുണ്ണിക്ക് മുമ്പ് വല്ല പ്രേമം ഉണ്ടായിരുന്നു? അയ്യോ ദേ കരയുന്നു. മോളെ കരയാനല്ല പറഞ്ഞത്, പ്രേമം ഉണ്ടായിരുന്നോ? ഇല്ല. പ്രേമം ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വരത്തില്ല. ഈ അപ്പുണ്ണിക്ക് അനാവശ്യമായ ഫോൺ കോളുകൾ വരാറുണ്ടോ? നിലാവത്തിറങ്ങി നോക്കാറുണ്ടോ? രാത്രിയിലൊക്കെ ഒറ്റയ്ക്ക് പോയിരുന്ന് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കാറുണ്ടോ? മോളെ ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാ. അതാ ഉമ്മ പറയുന്നത്. ഇതെങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇവളെങ്ങനെ കാണും? ഇവളെ കാണാതല്ലേ അപ്പുണ്ണി ഇതൊക്കെ ചെയ്യുന്നത്. ഇവള് പിന്നെ എങ്ങനെ കാണും? എന്റെ ഉമ്മ ആവശ്യമില്ലാതെ ഓരോന്നിങ്ങനെ പറഞ്ഞ് കരയിപ്പിക്കാതെ. എന്റെ മോളെ ഇത് പ്രേമരോഗിയുടെ ലക്ഷണമാ. നിനക്കിതൊന്നും അറിയാഞ്ഞിട്ടാ. ഉമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? ഇങ്ങനെയൊന്ന് പറയാനാണെങ്കിൽ ഇവിടെ നിൽക്കണ്ട ബാബുവാ. ഓ, അപ്പൊ ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? എന്ത് തീരുമാനം ഉണ്ടാക്കാൻ? ഇങ്ങനെ കരയിപ്പിച്ചോണ്ടാണോ തീരുമാനം ഉണ്ടാക്കുന്നേ? എന്നെ മോളെ കരയിപ്പിച്ചാൽ എന്താ? ഇത് അവസാനം ഇവർക്ക് സന്തോഷമല്ലേ ഉണ്ടാകുന്ന? ഇവർ ഒരുമിക്കല്ലേ? ഇവരുടെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയല്ലേ ചെയ്യുന്നേ? എന്റെ ചേച്ചി, ഉമ്മ ഇങ്ങനെ നിന്നൊക്കെ പറയും, ഇതൊന്നും കേൾക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ അപ്പുണ്ണിയണ്ണ കൃഷി ഓഫീസിൽ പോയിട്ട് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം എങ്ങനെ, അല്ലാതെ വേറൊന്നും അല്ല. ചേച്ചി കരയണ്ട കേട്ടോ. അതാ ആ കൃഷി ഓഫീസിൽ എന്താ നടന്നതെന്ന് നമ്മൾ അറിയണം. ഉമ്മ ഇനി ഇവിടെ ഒന്നും സംസാരിക്കണ്ട, പോയേ ബൈ ഇങ്ങോട്ട്. അല്ല, അപ്പൊ ഞാൻ അപ്പുണ്ണി ഒന്ന് കണ്ടേച്ചു വരാം. ആരെയും കാണണ്ട, മര്യാദക്കേ വീട്ടിൽ പോയാ മതി. ഉമ്മയ്ക്ക് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം. അപ്പുണ്ണിക്ക് ഫോൺ കോൾ വരാറുണ്ടോ? നിലാവത്തിറങ്ങി നിൽക്കാറുണ്ടോ? ഒറ്റയ്ക്ക് സംസാരിക്കാറുണ്ടോ? ഇത്രയും കാര്യങ്ങൾ മോളെ ഒന്ന് ആലോചിച്ച് വെക്കോ. ഉമ്മ ഒന്ന് കറങ്ങി തിരിഞ്ഞു വരാം, അപ്പുണ്ണി ഒന്ന് കാണണം. ഉമ്മ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഉമ്മക്ക് ഇവര് ഡിവോഴ്സ് ആവണമെന്നാണോ ആഗ്രഹം? എന്റെ കുഞ്ഞ് ഇവര് നന്നായി പോണമെന്നല്ലേ ഞാൻ ആഗ്രഹിക്കുന്നേ. ഇങ്ങനെയാണെങ്കിൽ ഉമ്മ നന്നാക്കൂല. മര്യാദക്ക് ഇങ്ങോട്ട് വന്നേ. ഞാൻ അപ്പുണ്ണി ഒന്ന് കാണട്ടെ. വേണ്ട, ആരെയും കാണണ്ട, മര്യാദക്ക് വീട്ടിൽ പോകും. അങ്ങനല്ലടി, ഇങ്ങോട്ട് വരാൻ. അല്ലമ്മള് ഞാൻ കുറച്ച് കാര്യം കൂടെ ചോദിച്ചറിയാനുണ്ട്. എന്താണെന്നറിയാമോ, ഞാൻ ജീവിതം കുറെ കണ്ടിട്ടുള്ളവളാ. കണ്ടതാന്ന് മനസ്സിലായി, മതി ഇങ്ങോട്ട് വാ. എന്റെ മോളെ ഇവിടെ ഒരു വലിയ പ്രശ്നം കിടന്ന് ചീഞ്ഞ് നാറുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നേ, ഞാൻ പറയട്ടെ. നീ എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? പിന്നെ നോക്കാതെ എന്തൊക്കെ തോന്നിയവാസ കുമാരിച്ചോട് ചോദിക്കാൻ പറയുകയും ചെയ്ത ഉമ്മ. മോളെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ചെകഞ്ഞെടുക്കണ്ടേ? അതല്ലേ ഉമ്മ ചെയ്തത്. എന്റെ ഇത്ത കൃഷി ഓഫീസിൽ നിന്ന് അപ്പുണ്ണിയോട് കൈക്കൂലി ചോദിച്ച് മൂപ്പര അതിന്റെ ദേഷ്യത്തിലാണ്. അത് വല്ല ഈ ഉമ്മയോട് പറഞ്ഞ തലേ കയറണ്ടേ? എന്റെ തലയിലാണോ കേറണ്ടേ? ഞാനാണോ അത് മനസ്സിലാക്കണ്ടേ? അത് കുമാരിയല്ലേ മനസ്സിലാക്കണ്ടേ? എന്റെ ഉമ്മ, ഈ അവസ്ഥയിൽ കുമാരിച്ചിക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവൂല. ഏതവസ്ഥയില്? കുമാരിക്ക് ഇപ്പൊ എന്താ അവസ്ഥയ്ക്ക് കുഴപ്പം? അതെ, പ്രസവം കഴിഞ്ഞിട്ട് കുമാരിച്ചിക്ക് അധികം സമയമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അവരുടെ മനസ്സിന്റെ താളം മുഴുവൻ തെറ്റിക്കിടക്കുമായിരിക്കും ചിലപ്പോ. കുമാരിക്ക് ഭ്രാന്താന്നോ? ഭ്രാന്താന്നല്ല ഞാൻ പറഞ്ഞേ. ഇതൊന്നും മിണ്ടാതിരിക്കി, ലൈസൻസിലായിട്ട് പെരുമാറില്ല. പിന്നെ താളം തെറ്റിന്ന് പറഞ്ഞ ഭ്രാന്തല്ലേ? എന്റെ ഉമ്മ പ്രാന്തല്ല. അതായത് ഈ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയില് നമ്മൾ പറയുന്ന കാര്യങ്ങളെ അതേ അർത്ഥത്തിൽ അവർക്ക് മനസ്സിലാവണമെന്നൊന്നുമില്ല. അതിന് അവരെ തെറ്റു പറയാനും പറ്റില്ല. ആ അവസ്ഥ അങ്ങനെയാ. എന്തവസ്ഥയെന്നാ പറഞ്ഞേ? പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എടി കള്ളി, ഈ അസുഖാന്ന് പറഞ്ഞല്ലേ നീ ഈ പാവങ്ങളെയൊക്കെ പറ്റിച്ചത്? പണ്ട് നിനക്ക് ഈ അസുഖം നീ പറഞ്ഞിട്ടില്ലടി? അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. പിന്നെ അന്ന് എനിക്ക് അത് അഭിനയിച്ചതായിരിക്കും, പക്ഷെ ഇന്ന് ചിലപ്പോ കുമാരേച്ചിക്ക് അത് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഭ്രാന്തിന്റെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചാ പോരെ? ഉമ്മ ഇനി പ്രാന്ത് എന്ന് പറഞ്ഞോണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. അല്ല, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഉമ്മ ഒന്നും ചെയ്യണ്ട, അടങ്ങിയിരുന്നാ മതി. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലേ അത് അപ്പുണ്ണിയെന്നെ കൊണ്ടേ പറ്റുള്ളൂ. അല്ല, അപ്പുണ്ണി ഡോക്ടറാണോ? എന്റെ പൊന്നോ, എന്റെ ഇത്ത ഓരോ അസുഖത്തിന് ഓരോ ഡോക്ടർമാരാ. ഇപ്പൊ ഇത്തേന്റെ അസുഖത്തിന് അതിനാരാ ഡോക്ടർ? അതിന് ഡോക്ടർമാരേ ഇല്ല. മോള് പറ. അതായത് മാമ, കുറച്ചു നാളായിട്ട് അവര് തമ്മിൽ അകന്ന് താമസിക്കല്ലായിരുന്നോ? കുമാരേച്ചി പ്രസവത്തിനൊക്കെ ആയിട്ട് വീട്ടിൽ പോയല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു അകൽച്ച അവരുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതിന് പുറമെ അപ്പുണ്ണിയോണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുകയും ഇഷ്ടമല്ല എന്ന് പറയുകയും സ്നേഹക്കുറവ് കാണിക്കുകയൊക്കെ ചെയ്യുമ്പോ ചേച്ചിക്ക് അത് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിനിപ്പോ അപ്പുണ്ണിയോടെ കൊണ്ടേ ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. മോളെ എന്നോടും കൂടെ പറ, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു.
അതായത് ഉമ്മ അപ്പുണ്ണിയേട്ടൻ കുമാരിയച്ചോടെ കൂടുതൽ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചേച്ചിയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോ ചേച്ചിയുടെ മനസ്സിലുള്ള ദേഷ്യമൊക്കെ മാറി പഴയ പോലെ ആവും. ആ അത്രേ ഉള്ളു കാര്യം. എന്നാ പിന്നെ അപ്പുണ്ണിയോട് പോയി പറഞ്ഞിട്ട് വരാം കുമാരി ഒന്ന് സ്നേഹിക്കാൻ. ഇരിക്കവിടെ ഒന്നെങ്കി പോരുത് ഇവിടുന്ന്. അല്ല ഉമ്മ എന്താ വീട്ടിൽ പോവാത്തെ? അതിന് വാപ്പൊന്നുമില്ലല്ലോ, എന്റെ സർപ്രൈസ് ഒന്നും പൊളിഞ്ഞില്ലല്ലോ. അപ്പൊ മുമ്പേ ഫോൺ വിളിച്ചതാരാ? ഫോൺ വിളിച്ച വാപ്പയൊന്നും അല്ലായിരുന്നേ, പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ജാനകിയായിരുന്നേ. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോഴുണ്ടല്ലോ മീൻ കഴിയ വെള്ളം ജാനകിയുടെ മുറ്റത്തോട്ട് കുടിച്ചിട്ടാ പോകുന്നത്. അതിന്റെ ജാനകി ആ മതിലിന്റെ പുറത്ത് നിന്ന് കൊറേ ചീത്ത വിളിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ പെര മൂട്ടിയിട്ടേക്കുന്ന അതിനെ വിളിച്ചത് തന്നെ. അങ്ങനെ ജാനകി കൊടുത്തു ഞാനൊരു സർപ്രൈസ്. എന്റെ പടച്ചോനെ, ഇതുപോലൊരു ഉമ്മ എനിക്ക് എവിടുന്ന് കിട്ടിയതാ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്തക്ക് ശരിക്കും വട്ടാണോ? ഞാനൊരു കുഞ്ഞു സർപ്രൈസ് കൊടുത്തതിന് ഇവരൊക്കെ എനിക്ക് വട്ടാണോ എന്ന് ചോദിക്കുന്നു. ലോകത്താരും സർപ്രൈസ് കൊടുക്കത്തില്ലേ? എന്തേലും ആട്ടെ, ഞാനെന്തോ വേണം. ആരെ കുട്ടീനെ എടുത്തിട്ട് പോയി? ഉണ്ണി വാവാവോ അച്ഛൻ്റെ ഉണ്ണി വാവാവോ, ഉണ്ണി വാവാവോ അച്ഛൻ്റെ ഉണ്ണി വാവാവോ. എടാ നീ ഉറങ്ങണില്ലേ? ശുഷ്കു ഉറങ്ങട കണ്ണ. നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ. നീ ഇങ്ങനെ ഒച്ചടല്ലേ? കുട്ടി ഞെട്ടില്ലേ? കുട്ടി തൊട്ടില് കിടന്ന് കറിയുമ്പോ നീ എവിടെയായിരുന്നു? എനിക്കറിയാലോ വന്നെടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാനെടുത്ത എന്താ കുഴപ്പം? വേണ്ട, ഞാൻ എടുത്തോളാം എന്റെ കുട്ടിയെ. അതെ, ഇങ്ങോട്ട് തന്നെ. ഞാൻ കുട്ടിയുടെ അച്ഛനെ എനിക്കും എടുക്കാനോ? ആണെങ്കിൽ ഇപ്പൊ എന്താണ്? ഇങ്ങോട്ട് തന്നെ, ആദ്യം കുട്ടീനെ ഇങ്ങോട്ട് താ. എന്ത് കുമാരി നീ ഇങ്ങനെയൊക്കെ കാണിക്കണേ? ആ കുട്ടിക്ക് വിഷമം. ആദ്യം കുട്ടീനെ താ, കുട്ടീനെ താ ആദ്യം, എന്നിട്ട് സംസാരിച്ചാ മതി. കുട്ടിക്ക് വിഷമാവും കേട്ടോ. കുട്ടിക്ക് ഒരു വിഷമല്ല, അങ്ങോട്ട് കൊണ്ടുവന്നേ. എന്താ കുമാരി ഇത് കുറച്ച് അധികമായി പോയിട്ടോ കുമാരി. ആണെങ്കിൽ കൊണക്കായി പോയി. നീ അവിടെ നിന്നേ. എന്താ? എനിക്കൊരു കാര്യം പറയാണ്ട്, കേട്ടിട്ട് പോയാ മതി. എന്താത് മുറ്റത്തേക്ക് കേൾക്കാനോ നിങ്ങളുടെ വേളം? അമ്മാവൻ, ഞാൻ എന്റെ കുട്ടീനൊന്നും എടുത്തേനെ അവളിങ്ങനെ ദേഷ്യപ്പെടുന്നേ. എന്റെ കുട്ടിയല്ലേ, ഇത്രയും കാലം കഴുത്തുറച്ചില്ല എന്ന് എന്നോട് എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കഴുത്തുറച്ചപ്പോഴും എടുക്കാൻ സമ്മതിക്കില്ല. കണ്ടെന്നെ നോക്കണുണ്ടത്. നോക്കി അങ്ങോട്ട്. ആ നോക്കണം, നോക്ക്. എന്റെ കുട്ടിയെ നോക്കാൻ എനിക്കറിയാം. എന്താ കുമാരി, എന്താപ്പത്? പിന്നല്ലാതെ കുട്ടിയെ മാത്രം ഇഷ്ടമുള്ളൂ, എന്നെ ഇഷ്ടമല്ല. അങ്ങനത്തെ ആൾക്കാരുടെ സ്നേഹമൊന്നും എന്റെ കുട്ടിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞോ നീ? അങ്ങനെ പറയേണ്ടി വന്നു. പറയേണ്ടവരെ അത് നടക്കില്ലല്ലോ. ഇപ്പൊ ഭംഗി അവന് കാര്യം മനസ്സിലായല്ലോ. ഇനി എനിക്ക് പോവാം. അതെ കുമാരി, നിക്ക് പരിഹാരം എനിക്കൊരു പരിഹാരം വേണ്ട. ഭയങ്കര സാധനമുണ്ട് കുമാരി. എന്ത് സാധനം? കുരുത്തം കെട്ടതേ. ഇത്തരത്തിലുള്ള വർത്താനൊക്കെ പറയാൻ പാടുണ്ടോ പെണ്ണുങ്ങളോട്? എന്നാലും അവള് എന്നെ മാറുന്ന കുട്ടീനെ എടുത്തോണ്ടെന്നുണ്ടല്ലേ അഹങ്കാരി. അല്ല നീ ഇപ്പൊ എന്തിനാ അവളെ വഴക്ക് പറഞ്ഞേ? അതെ, ആ കൃഷി ഓഫീസർ എന്നെ ചീത്ത പറഞ്ഞപ്പം ആ ദേഷ്യത്തിലൂടെ വന്നപ്പോഴാണ് അവളെ ചീത്ത പറയേണ്ടി വന്നത്. അതെയോ? അത് ശരി. അപ്പൊ കൃഷി ഓഫീസർ നിന്നെ തല്ലിച്ച അവളെ അന്ന് തല്ലും നീ? തല്ലൊന്നുമില്ല. അപ്പൊ ഈ വല്ലൂരും എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചിട്ട് അതൊക്കെ കുടുംബത്ത് വന്ന് തീർക്കുക, അങ്ങനെയാണോ ചെയ്യാ? എപ്പോഴാ നീ അവളോട് ദേഷ്യപ്പെട്ടെ? അവള് റവ ലഡു ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പഴാ റവ ലഡു ഉണ്ടാക്കി കൊണ്ടുവന്ന അതിനിടയ്ക്ക് അപ്പഴാ നീ പറഞ്ഞേ? കഴുത്തങ്ങോട്ട് പിടിച്ച് അറിയാണ്ട് പറഞ്ഞു. അവക്കൊന്നും ക്ഷമിക്കായിരുന്നില്ലേ? അപ്പൊ നിനക്കങ്ങോട്ട് ക്ഷമിക്കാറുന്നില്ലേ? കൃഷി ഓഫീസറുടെ കാര്യം പറഞ്ഞിട്ട് അവളോട് ചൂടാവണ നേരം പറ്റില്ല അത്രേ. എടാ പുണ്യ, ഒന്നാമത്തെ കാര്യം ഈ പെണ്ണുങ്ങൾക്ക് പ്രസവമൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഇത്തിരി മുൻചുണ്ടിയും കോപൊക്കെ ഉണ്ടാവും. അത് മനസ്സിലായി. അതേ, എനിക്കൊരു കഥ കേൾക്കണം. പണ്ട് അനന്തനെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ചേച്ചി അളിയൻ ഒരു നാടകത്തിന് പോയി ഇങ്ങോട്ട് വന്നപ്പോ ചൂലുകൊണ്ട് ഒരെണ്ണം കൂടെ കൊടുത്തു. അച്ഛനെയോ? ആരോടും പറയണ്ടട്ടാ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ചേച്ചി അന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ആരോടും പറയരുതെന്ന്. ഇപ്പൊ നിനക്ക് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായപ്പോ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരാളോടും പറയരുത് കേട്ടോ. അത്രയ്ക്ക് ദേഷ്യ സ്ത്രീകൾക്ക്. എന്താ കാരണം? നിനക്ക് ഉറക്കമൊക്കെ നന്നായി കിട്ടുന്നുണ്ടോ? എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. നല്ല ഉറക്കം കിട്ടുന്നുണ്ടോ? അവളെങ്ങനെയാ ഉറങ്ങണേ? അവക്ക് ഉറക്കം കുറവാ. അതെ, അതൊക്കെ നിനക്ക് അറിയാപ്പോ.
എടാ ഈ കുട്ടികൾ ഉണ്ടാകുമ്പോ കുട്ടികൾ അതിനിടയ്ക്ക് എണീക്കും, കരയും, പിന്നെ അവറ്റയ്ക്ക് വയ്യാണ്ടാക്കുമ്പോ ഈ തള്ളാരിങ്ങനെ ഒപ്പം കിടക്കണം. ആ അപ്പൊ ഉറക്കമില്ല, വീട്ടിലെ പണികളൊക്കെ ചെയ്യണം. അതിനിടയ്ക്ക് ഇതിനിടയ്ക്കല്ലേ നിനക്ക് ലഡുണ്ടാക്കി കൊണ്ടുവന്ന് അല്ലേ? അതല്ലേ നീ വേണ്ടാന്ന് പറഞ്ഞ് അല്ലേ? പറ്റി പോയതാ പറ്റി പോയിത്രേ. ആ അവിടെ ഇങ്ങനെ ചൂലോണ്ട് നിനക്ക് രണ്ടെണ്ണം തരുക വേണ്ടത് ശരിക്കും. എന്താ ചെയ്യാ? ഇനി ഒന്നും ചെയ്യാനില്ലടാ, ചെന്നിട്ടൊന്ന് എന്തെന്നപ്പ ഞാൻ ഇതിനൊക്കെ പറയാ. അമ്മാവനൊരു വഴി പറഞ്ഞാ നിനക്ക് ചൂലോണ്ട് രണ്ടെണ്ണം തരുക വേണ്ടത് അവള്. എടാ പുണ്യേ, നമുക്ക് ഭാര്യമാരോട് ഈ സമയത്തല്ല എല്ലാ സമയത്തും നല്ല സ്നേഹമൊക്കെ ഉണ്ടാവണം. അമ്മാവൻ എന്താ പറയണേ? കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാ പിന്നെ കുഞ്ഞുങ്ങളോടല്ല സ്നേഹം ഉണ്ടാവുക. കുഞ്ഞുങ്ങളോട് മാത്രല്ല, കുഞ്ഞുങ്ങളുടെ തള്ളയോടും ഉണ്ടാവണം സ്നേഹമൊക്കെ. ആ ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞ് കണ്ടേ അവളോട് ചെന്ന് സംസാരിച്ച് ആ വഴക്കൊക്കെ ഒന്ന് അങ്ങോട്ട് ഒത്തുതീർപ്പാക്ക്. എങ്ങനെ? എന്താ സംസാരിക്കാം? അതും ഞാൻ പറഞ്ഞു തരണോ പുണ്യ നിനക്ക്? എന്തിനാ പെണ്ണിനെ ഇറക്കി കൊണ്ടുവന്നാണാവോ? അതെ അമ്മാവാ, അമ്മ അച്ഛനെ ചൂലോണ്ട് അടിച്ച കാര്യം കുമാരോട് പറയാവോ? ഒരെണ്ണം അങ്ങോട്ട് തന്നാണ്ടല്ലോ ഞാൻ. എന്താ നീ പറയണേ? ആരോടും പറയരുന്നിട്ടോ. പറയോ പുണ്യ നീ? പറഞ്ഞു പോയല്ലോ ദൈവേ. അയ്യോ തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തന്റെ നിലാവോ പുത്തൻ പവിഴ. കുമാരി, നീ എന്തെങ്കിലും കരഞ്ഞിട്ടാണ് കുഞ്ഞിനെ തൊട്ടിലാട്ടണേ? അവൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നീ ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയാ? കുഞ്ഞെന്താ അമ്മേന് പറഞ്ഞേ? കുഞ്ഞല്ല, അപ്പുണ്ണി. അമ്മ പറയും പോലെ ഒന്നല്ല, അപ്പുണ്ണിയുടെ പറഞ്ഞത് എന്റെ ഹൃദയത്തിലാ കൊണ്ടത്. ചേച്ചി ഒരു കാര്യം ചെയ്. അപ്പുണ്ണിയണ്ണ എങ്ങനെയാണോ ചേച്ചിയോട് പെരുമാറുന്നത് അതുപോലെ തന്നെ തിരിച്ചു പെരുമാറിയാൽ മതി. മിണ്ടായിരിക്കും കുരുത്തം കേട്ടോളെ. അമ്മ ആള് വഴക്കൊന്നും പറയണ്ട, അങ്ങനെ തന്നെയാ ഞാൻ തീരുമാനിച്ചേക്കണേ. അസലായി. എന്നാ പിന്നെ ഇവിടെ നല്ല മേളായിരിക്കും. അമ്മയ്ക്ക് അറിയാമോ ആ ലഡുവിൽ എന്തൊരു സ്നേഹം ഞാൻ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേടി? അമ്മേ, ഞാനൊരു ലഡു ചോദിച്ചിട്ട് പോലും എനിക്ക് തന്നില്ല. അപ്പുണ്ണിയണ്ണ കൊടുത്തിട്ട് ബാക്കി എല്ലാവർക്കും തരൂന്നാ പറഞ്ഞേ. അമ്മയ്ക്ക് അറിയാം കുമാരി. അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞൂടാ. ചേച്ചി ഇനിയിപ്പൊ അതൊക്കെ വിട്ടുകളാ. ഒന്നും വിടാൻ പറ്റൂല. തിങ്കൾ കിടാവോ. ചേച്ചിയെ ഇങ്ങനെ കരഞ്ഞോണ്ട് പാടല്ലേ, കുഞ്ഞെന്ത് വിചാരിക്കും? കുഞ്ഞെന്ത് വിചാരിക്കാൻ? എല്ലാം അറിയട്ടെ അവനെല്ലാം അറിഞ്ഞു വളരണം. ഓമന തിങ്കൾ കിടാവോ. എന്താ എല്ലാരും കൂടെ നിൽക്കണേ? കുമാരി എന്തിനാ കരയണേ? അമ്മ ചീത്ത പറഞ്ഞാ? ആഹാ, നീയല്ലേ അവളോട് വഴക്കിട്ടത്, അതിനവള് നിന്ന് കരയുന്നത്. അതിനാണോ? അത് പിന്നെ എന്റെ അപ്പത്തൊരു മാനസികാവസ്ഥ. എന്ത് മാനസികാവസ്ഥയായാലും കുമാരേച്ചോട്ടാണോ ദേഷ്യം തീർക്കുന്നത് അപ്പുണ്ണേട്ടാ? ആ അമ്മ, ഞാനതിന് അവളോട് ക്ഷമ പറയേണ്ടി വന്നാ. കുമാരി എന്നോട് ക്ഷമിക്കണം. ആരുടെ ക്ഷമയൊന്നും വേണ്ട. അമ്മ വേണ്ടാന്ന് അമ്മന്ന് പറഞ്ഞു നോക്കിയേ. ഞാനെന്ത് പറയാനാ? നീ അല്ലല്ലോ ഒപ്പിച്ചു വെച്ചത്. അമ്മ, ഞാൻ എന്റെ അപ്പത്തൊരു അവസ്ഥയിൽ പറഞ്ഞു പോയതാ. അതിനിങ്ങനെ ദേഷ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അറിഞ്ഞൂടല്ലേ ഈ അവസ്ഥ എങ്ങനെയാ എപ്പോഴാന്നൊന്നും. പിന്നെ ദേഷ്യം പിടിക്കാതെ എന്ത് വേണം? നിങ്ങൾ കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഇപ്പൊ കുട്ടിയോട് മാത്രമേ ഇഷ്ടമുള്ളൂന്നല്ലേ? അമ്മ, അത് ഞാൻ വെറുതെ പറഞ്ഞതാ. വെറുതെ പറഞ്ഞതോ? അല്ല, എനിക്ക് കുട്ടീനെയും കുമാരിനെ ഇഷ്ടമാണ്. അങ്ങനെയല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. അമ്മ, അപ്പത്തിന്റെ ഒരു അവസ്ഥയിൽ ഞാൻ പറഞ്ഞു പോയതാ. അമ്മേ, മനുഷ്യന്മാർ എപ്പോഴും ഒരുപോലെ ആവോ? ഇടയ്ക്ക് സങ്കടം വരും, ദേഷ്യം വരും. അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഭാര്യമാർക്ക് വേണം. ഓ, ഇങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് സങ്കടം വരും, ദേഷ്യം വരും. അതറിയാനുള്ള യന്ത്രമൊന്നും എന്റെ കയ്യിലില്ല. കണ്ടോ?
അവള് വല്ലാതെ ചൂടാണ് കണ്ടമ്മേ. പിന്നെ ചൂടാവാൻ എന്ത് വേണം? എന്നെ ഇഷ്ടമില്ലാത്തവര് പിന്നെ എന്തിനാ എന്റെ അടുത്ത് മാപ്പ് പറയാൻ വന്നെ? അതെ, നല്ല ഭാര്യമാരും ഭർത്താക്കന്മാരുടെ മേലെ സംസാരിക്കാൻ പാടില്ല, അതറിയോ? എനിക്ക് ഇങ്ങനെ സംസാരിക്കാനേ പറ്റൂ. നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കല്ലേ? അപ്പൊ ഞാനാണോ വഴക്കുണ്ടാക്കണേ? അവളല്ലേ? നമുക്ക് അവളോട് പറഞ്ഞൂടെ? ഇപ്പൊ കണ്ടില്ല ആരെ വഴക്കുണ്ടാക്കണേ? നമ്മുടെ മോനല്ലേ? കുമാരി ഒന്ന് എന്റെ പൊന്നമ്മ, ഞാൻ എന്റെ കുട്ടീനെ ഒന്ന് ഉറക്കിക്കോട്ടെ. അവള് വഴക്കിട്ടോളെ അമ്മേ. അമ്മ ഇറങ്ങിയോ? പൊയ്ക്കോ, എല്ലാവർക്കും പൊക്കോ. ഒരു സൗകര്യം തരില്ല അമ്മച്ചാ. എന്താ പോണില്ലേ? ഞാൻ കുട്ടിയുടെ അച്ഛനാ, എനിക്ക് ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. എനിക്ക് കുട്ടീനെ ഉറക്കണം. പുറത്തേക്ക് പോണോ നല്ലത്? കുമാരി കുറച്ച് അധികം കൊണ്ടിട്ടോ നിങ്ങ, ഞാൻ പറഞ്ഞുതരാം. അധികമാണെങ്കിൽ കണക്കായി പോയി. ഇറങ്ങാൻ അങ്ങോട്ട്. നന്ദി ദേഷ്യം പിടിച്ച അവിടെ ഇരുന്നാല്. അമ്മ അവള് വാതിലടച്ചു. വാതിലടച്ചെങ്കിലേ നന്നായിപ്പോയി. ഷായന, അപ്പുണ്ണിയേട്ടാ, അപ്പുണ്ണിയേട്ടൻ ചേച്ചിയോട് പറഞ്ഞ ഒട്ടും ശരിയായില്ല കേട്ടോ. നേരത്തെ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞത് ഒന്നും ശരിയല്ല. തിങ്കൾ കുമാരി ഒന്ന് പാല് കൊടുക്കോ? നിങ്ങള് പൊക്കോളാൻ പറഞ്ഞു.